ചില ദിവസങ്ങളിൽ എനിക്ക് ഗണേശൻ്റെ അച്ഛനെയും അമ്മേനെ നന്നായിട്ട് മിസ് ചെയ്യും കേട്ടോ. അപ്പം എസ്പെഷ്യലി പറയുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ സ്പെഷ്യൽ ഡേയ്സിൽ പൊങ്കൽ, ദീപാവലി, ഓണം, വിഷു ഈ ദിവസങ്ങൾ, അതേപോലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ ഡേയ്സ് ആണല്ലോ. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ എനിക്ക് അച്ഛനും അമ്മേനെയും നന്നായിട്ട് മിസ് ചെയ്യും കേട്ടോ. ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആദ്യം അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ടാണല്ലോ ദിവസമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് അവരെ വല്ലാണ്ട് മിസ് ചെയ്യും കേട്ടോ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കില്ലല്ലോ. അപ്പം സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് അങ്ങനെയായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ വലിയ സുഖമൊന്നുമില്ല. ഒരു അത്ര വലിയ വെയിലുള്ളൊരു ക്ലൈമറ്റൊന്നുമല്ല കേട്ടോ, എന്നാൽ അത്ര വല്ല മൂടിയല്ല. അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. പൊങ്കലായതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രീറ്റിലൊക്കെ വന്നിട്ട് എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞിട്ട് വെളിയിൽ നടക്കാം കേട്ടോ. ഈവനിങ് വന്നിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ തുടങ്ങി എല്ലാവരും. മോൻ വണ്ടിയൊക്കെ വെളിയിലിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊരു ചായ കുടിക്കണം തോന്നിയോണ്ട് ഞാനൊരു ചായ ഇട്ടു കേട്ടോ. ചായ ഇല്ലാണ്ട് പറ്റില്ല. അപ്പം ഞാൻ നാളെ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം വീണ്ടും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പക്ഷേ ചായ ഇല്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ വേറെ വഴിയില്ലല്ലോ. അപ്പം ഒരു ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു കഴിക്കാനായിട്ട്. ചായ കുടിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാനൊരു ദോശ ഉണ്ടാക്കട്ടെ. മോന് പൊങ്കലായിട്ട് 5 ദിവസം ലീവാണ്, സ്കൂളില്ല. ഇനിയിപ്പോൾ മൺഡേ തൊട്ടേ സ്കൂളുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ പോണു. പൊങ്കൽ ആഘോഷിക്കാനായിട്ട് ഗണേശൻ ലീവൊന്നുമില്ല, ഹോസ്പിറ്റലാണല്ലോ, അപ്പം ലീവില്ല കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഒരു സാധാരണ ദിവസം പോലെ തന്നെയാണ് പോയത്.